നമസ്കാരം. രാജ്യവ്യാപകമായി ഹോളി ആഘോഷങ്ങൾക്കെതിരെ വല്ലാത്ത അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ് ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകൾ. രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഹോളി ആഘോഷങ്ങൾക്ക് നേരെ വലിയ ഭീഷണികൾ ഉയർന്നിട്ടുണ്ട്. സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ ഹോളി ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി അവിടെ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയും ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോളി ആഘോഷങ്ങൾ നടത്തുന്നതിനെതിരെ അല്ലെങ്കിൽ ഹോളി ആഘോഷങ്ങളിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ ആഘോഷങ്ങൾക്കെതിരെ നടക്കാൻ സാധ്യതയുള്ള ആക്രമണങ്ങൾക്കെതിരെ വലിയ ജാഗ്രത പുലർത്തുകയാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും സർക്കാരുകളും മറ്റ് ഏജൻസികളും എല്ലാം തന്നെ. സംഭാൽ പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം അത്തരത്തിൽ ഈ ആഘോഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇരു വിഭാഗങ്ങളും തമ്മിൽ ചർച്ച നടത്തിയതിന് ശേഷമാണ് ഇത്തരം ആഘോഷങ്ങളൊക്കെ നടന്നത്. ഈ ചർച്ചയുടെ ഭാഗമായി ഈ ഹോളി ആഘോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറങ്ങൾ വീഴരുത് എന്ന ഉദ്ദേശത്തോടു കൂടി മോസ്കുകൾ ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് കെട്ടിപ്പൊതിഞ്ഞു വച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഹോളി ആഘോഷങ്ങളോട് വല്ലാത്ത അസഹിഷ്ണുത പുലർത്തുന്ന രീതിയിൽ സമൂഹത്തിലെ ഒരു വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഹോളി ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നേക്കാം എന്ന ഒരു മുന്നറിയിപ്പും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഒരു ക്ഷേത്രത്തിൽ നടന്ന ആസിഡ് ആക്രമണം അത്തരത്തിലുള്ള ഒരു ആക്രമണമാണോ എന്ന സംശയത്തിലാണ് അധികൃതർ. ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാണ്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇതായിരുന്നു ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ. അതായത് ആന്ധ്രാപ്രദേശിലെ പെദ്ദത്തോട്ട ഭൂലക്ഷ്മി ക്ഷേത്രത്തിലാണ് ഇത്തരമൊരു ആക്രമണം നടന്നത്. ആസിഡ് ആക്രമണത്തിന് ഇരയായത് ഈ ക്ഷേത്രത്തിലെ അക്കൗണ്ടന്റ് നരസിംഹറാവു ആണ്. ഈ ആക്രമണ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഒരു യുവാവ് തൻ്റെ മുഖം മറച്ച് നരസിംഹറാവുവിനടുത്തേക്ക് വരുന്നു, അദ്ദേഹത്തിൻ്റെ ടേബിളിനടുത്തേക്ക് വരുന്നു, അദ്ദേഹത്തോട് എന്തോ സംസാരിക്കുന്നു. അതിനിടയിൽ അദ്ദേഹം എന്തോ എഴുതുന്നതിനിടയിൽ പോക്കറ്റിൽ നിന്ന് ആസിഡ് കുപ്പിയെടുത്ത് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ആസിഡ് ഒഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ നരസിംഹറാവു ഈ വേദന കൊണ്ട് നീറ്റൽ കൊണ്ട് പുളയുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ അതിദാരുണമായ ഒരു സംഭവമാണ് ആന്ധ്രാപ്രദേശിലെ ഈ ക്ഷേത്രത്തിൽ നടന്നത്. ഉടൻ തന്നെ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്ന് നരസിംഹറാവുവിനെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം അവിടെ ചികിത്സയിലാണ്. എന്തായാലും നാട്ടുകാർ ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയുമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത ഉണർത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പകയോ മുൻവൈരാഗ്യമോ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായതെങ്കിൽ ആരാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇതിനോടകം തന്നെ സൂചനകൾ ലഭിക്കുമായിരുന്നു. മാർച്ച് 12 നടന്ന സംഭവമാണ്. പക്ഷേ ഇതുവരെയും ആരായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസിന് വലിയ സൂചനയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഭീകരാക്രമണമായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അധികൃതർ വിലയിരുത്തുന്നുണ്ട്. രണ്ടാമത്തെ കാരണം, ഈ ആസിഡ് ഒഴിച്ചതിന് ശേഷം ഈ യുവാവ് ഹാപ്പി ഹോളി എന്ന് ആക്രോശിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും സ്ഥലം വിട്ടിരിക്കുന്നത്. ഇതൊരു ഭീകരാക്രമണമാണോ എന്ന് സംശയിക്കുന്നതിന് കാരണമാണ്. എന്തായാലും പോലീസ് അധികൃതർ ഈ കാര്യം അന്വേഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഭീകരവാദ വിരുദ്ധ സേനാ വിഭാഗവും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളും രംഗത്തുണ്ട്. അതായത് രാജ്യത്ത് ഇത്തരത്തിൽ നേരിട്ട് ചില ഭീകരവാദ ആക്രമണങ്ങൾ നടത്താൻ ഇപ്പോൾ
ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. മുംബൈ മോഡലിലുള്ള ആക്രമണങ്ങൾ, അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിലും മറ്റും നടന്നതുപോലെയുള്ള ബോംബ് സ്ഫോടനങ്ങൾ, ഇതൊക്കെ നടത്തുക അസാധ്യമാണ്. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളും ഇൻ്റലിജൻസ് സംവിധാനങ്ങളും എല്ലാം ഇപ്പോൾ മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിന് പകരമായി അന്താരാഷ്ട്ര ഭീകര സംഘടനകളായ ISIS ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഒന്നോ അതിലധികമോ അംഗങ്ങളുള്ള സ്ലീപ്പർ സെല്ലുകളുണ്ട്. അതായത് ഇവരെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മുഖേനയോ റാഡിക്കലൈസ് ചെയ്ത് ഇവരെ ഭീകരവാദ പരിശീലനം നൽകി അവരുടെ മസ്തിഷ്കത്തെ ആ രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ട് പരിശീലിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുക ആവശ്യം വരുമ്പോൾ എന്നതാണ് ഇവരുടെ ഉദ്ദേശം. അതായത് വാഹനങ്ങൾ ഓടിച്ചു കയറ്റുക, ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കത്തിയെടുത്ത് കണ്ണിൽ കാണുന്നവരെയൊക്കെ കുത്തുക, ഇത്തരത്തിലുള്ള ആസിഡ് ആക്രമണങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള ഏകാംഗ തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾക്ക് ഇങ്ങനെയുള്ള പല ആക്രമണങ്ങളും നടത്താൻ സാധിക്കും. രാജ്യത്ത് സമീപകാലത്ത് തന്നെ അത്തരത്തിൽ പല ആക്രമണങ്ങളും നടന്നിട്ടുള്ളതായും നമുക്കറിയാം. ഇപ്പോൾ ഈ ആന്ധ്രാപ്രദേശ് ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളതും അത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണമാണോ, ഹോളി ആഘോഷത്തിന് നേരെയുള്ള ആക്രമണമാണോ എന്ന് സംശയിക്കുകയാണ് അധികൃതർ. എന്തായാലും പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളുമെല്ലാം ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളും വിവരങ്ങളും ലഭിക്കുമെന്നു തന്നെയാണ് പ്രതീക്ഷയും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.